മാംഗല്യം. താനിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്വപ്നത്തിൽ കൂടിയാണോന്ന് ജാൻവി ഒരു നിമിഷം ചിന്തിച്ചു. തന്റെ അമ്മയോടൊപ്പം ഒരു യാത്ര. അവൾക്ക് മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു. നമുക്കാദ്യം കോഫി ഷോപ്പിലേക്ക് പോയാലോ? മോൾക്ക് വിശക്കുന്നുണ്ടാവൂല്ലേ? മാനസി കരുതലോട് ചോദിച്ചു. ഏയ്, അതൊന്നും വേണ്ടമ്മേ, എനിക്ക് വിശപ്പൊന്നുമില്ല. നമ്മൾ അല്പം മുമ്പല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടിറങ്ങിയത്. പറ്റില്ല, എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. ഒരു ജ്യൂസെങ്കിലും കുടിക്കണം, ഇല്ലെങ്കിൽ അതിന്റെ ദോഷം കുഞ്ഞാവയ്ക്കാണ്. മാനസി പറഞ്ഞപ്പോ ജാൻവി ചിരിയോടെ അവരെ നോക്കി. പെട്ടെന്നുണ്ടായ അമ്മയുടെ ഈ മാറ്റത്തിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് അറിയണമെന്ന് അവൾക്ക് അതിയായ ആഗ്രഹം തോന്നി. നഗരത്തിന്റെ ഒത്ത നടുക്ക് തന്നെയുള്ള പ്രസിദ്ധമായ ഒരു കോഫി ഷോപ്പിലേക്ക് ഇരുവരും കയറിയത് വീഡിയോകളിലും റീലുകളിലുമൊക്കെ മാനസിയും ഒരുപാട് തവണ കണ്ടിരിക്കുന്നു ആ കോഫി ഷോപ്പിന്റെ പരസ്യങ്ങൾ. അന്നൊക്കെയും ജയന്റെ ഒപ്പം അവിടേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെയോ തടസ്സങ്ങൾ കൊണ്ട് അത് നടന്നില്ല. പക്ഷെ ഇതാണ് നല്ലത്. ജാൻവിയുടെ കൈയും പിടിച്ച് ആ കോഫി ഷോപ്പിനുള്ളിലെ ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് മാനസി ചുവടുകൾ വെച്ചു. രണ്ടു പേർക്കും ഇരിക്കാൻ പറ്റുന്ന ഒരു ടേബിളിന് അപ്പുറവും ഇപ്പുറവും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരുന്നവർ. മാനസി തന്റെ ഫ്രണ്ടിലിരുന്ന മെനു കാർഡ് ജാൻവിക്ക് നേർക്ക് നീട്ടി. മോൾ ഓർഡർ ചെയ്യും, അവൾക്ക് എന്താ ഇഷ്ടം? അത് ചോദിക്കുമ്പോ അറിയാതെ മാനസിയുടെ സ്വരം ഇടറിപ്പോയി. തന്നോളം വലിപ്പമെറ്റിയ മോളുടെ ഇഷ്ടങ്ങൾ പോലും അറിയാത്ത ഒരമ്മ അവർ സ്വയം പുച്ഛിച്ചു. ജാൻവി ഒരു അവക്കാഡോ ഷേക്ക് ഓർഡർ ചെയ്തു. അത് മാത്രം മതിയോ? വേറെന്തെങ്കിലും? ഏയ് വേണ്ടമ്മേ. മാനസിയും ഒരു ജ്യൂസ് മാത്രമാണ് ഓർഡർ ചെയ്തത്. ഷേക്ക് കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ എത്ര വേണ്ടെന്ന് വെച്ചിട്ടും ജാൻവി അറിയാതെ ചോദിച്ചുപോയി മാനസിയോട്, അമ്മേ, പെട്ടെന്ന് എന്താ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റം വരാൻ കാരണം? മുൻപ് അമ്മ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ജാൻവി അത് ചോദിച്ചത് ചിരിയോടെ മാനസി അവളുടെ മുഖത്തേക്ക് നോക്കി. ശരിയാണ്, കേൾക്കുന്ന ഒരാൾക്ക് വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമായിരുന്നു ഇത്രയും നാള് നിന്നോടുള്ള എന്റെ ബിഹേവിയർ. ഒരമ്മയും മകളോട് ഇത്രയും ക്രൂരമായിട്ട് പെരുമാറിയിട്ടുണ്ടാവില്ല, ശരിയല്ലേ? മാനസി ചോദിച്ചതും ജാൻവിയുടെ കണ്ണിൽ ഒരു നീർത്തിളക്കം. ടേബിളിന് മുകളിലിരുന്ന ജാൻവിയുടെ കയ്യിലേക്ക് മാനസി അമർത്തി പിടിച്ചു. അതിൽ ഒരു മാപ്പ് ചോദിക്കലോ ക്ഷമ പറിച്ചിലോ അങ്ങനെ എന്തൊക്കെയോ കലർന്നിരുന്നു. മോളെ, പറ്റിപ്പോയി. സംഭവിച്ചുപോയി തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കാനല്ലാതെ എനിക്കിപ്പോ മറ്റൊന്നും കഴിയില്ല. ഇനി ഒരിക്കലും എന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അതേ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. പിന്നെ സത്യം പറഞ്ഞാല് ജയേട്ടന്റെ നാവിൽ നിന്നും നീ ഒരു അമ്മയാകാൻ പോകുന്നു എന്ന വാർത്ത കേട്ടപ്പോ ഞാൻ മൊത്തത്തിൽ സ്റ്റക്കായി പോയതുപോലെയായി. എനിക്കെന്തോ 24 വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു അമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞ അതേ പാവം അപ്പോഴാണ് ഞാൻ ശരിക്കും നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഞാനല്ലാതെ നീ കടന്നു വന്ന വഴികൾ, മുന്നോട്ടുള്ള 2 ദിവസങ്ങൾ പിന്നെ എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. നിന്നെ ഓർത്തെന്റെ മനസ്സ് വല്ലാതെ നേറിപ്പോയി. മാനസി ഓരോ വാക്കുകളും എടുത്തെടുത്ത് പറയുമ്പോൾ ജാൻവി ഉള്ളിൽ തികട്ടി വന്ന ഏങ്ങലടക്കാൻ പാടുവിട്ടു. വേണ്ട, ഇനി അമ്മ ഒന്നും പറയണ്ട, പോട്ടെ, ആ കഴിഞ്ഞ കാലമൊക്കെ മറന്നു കളയാൻ നമുക്ക്. ജാൻവി മാനസിയെ സമാധാനിപ്പിക്കുന്നത് പോലെ പറഞ്ഞു. അവളെ കൂടുതൽ വിഷമിപ്പിക്കരുതല്ലോ എന്ന് കരുതി മാനസിയും പെട്ടെന്നൊരു ചിരി മുഖത്തെടുത്തണിഞ്ഞു. വേഗം ജ്യൂസ് കുടിച്ച്, എന്നിട്ട് നമുക്ക് കുറേയേറെ സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട്. മാനസി പറഞ്ഞതും ജാൻവി ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ അധിക നേരം അവിടെ ഇരിക്കാതെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി. പിന്നീട് അവൾ നേരെ പോയത് മാളിലേക്കാണ്. മാനസി ജാൻവിയെയും കൊണ്ട് നേരെ മെറ്റേണിറ്റി വെയേഴ്സ് മാത്രം കിട്ടുന്ന ഒരു ഷോപ്പിലേക്ക് കയറി. ജാൻവി അവരുടെ കൈ പിടിച്ചു നിർത്തി. എന്തിനാമേ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്? അതൊക്കെ കൊള്ളാം, വയറൊക്കെ വലുതാകുമ്പോ ദാ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകും. ഇതിപ്പോ തന്നെ ഓൾറെഡി ടൈറ്റാണ്. ജാൻവിയുടെ ഉണ്ണി വയറി ഒന്ന് തഴുകിക്കൊണ്ട് മാനസി പറഞ്ഞു. നോക്ക്, ഞാൻ വാങ്ങിത്തരും, നീ ഇടും, അല്ലാതെ കൂടുതൽ ചോദ്യവും പറച്ചിലും ഒന്നും വേണ്ട, കേട്ടല്ലോ? മാനസി വീണ്ടും പഴയ കർക്കശക്കാരിയായി ആയ അമ്മയുടെ മുഖംമൂടിയെടുത്ത് അണിഞ്ഞുകൊണ്ട് ഒരു ചിരിയോടെ മുമ്പേ തുറന്നപ്പോ അതേ ചിരിയോടെ തന്നെ ജാൻവിയും അവർക്ക് പിന്നാലെ അകത്തേക്ക് കയറി. ജാൻവിക്ക് വേണ്ടി മാനസി കണ്ണിൽ കണ്ട ഡ്രസ്സുകളെല്ലാം വാങ്ങിക്കൂട്ടുകയാണ്. എത്ര പറഞ്ഞാലും മാനസി അതൊന്നും കേൾക്കില്ലെന്ന് ഉറപ്പായതോടെ പിന്നെ ജാൻവിയും ആ ശ്രമം അങ്ങ് ഉപേക്ഷിച്ചു. വെറും കൈയോടെ അകത്തേക്ക് കയറിപ്പോയ രണ്ടുപേരും
തിരികെ ഒരുപാട് കവറുകളുമായിട്ടാണ് ഇറങ്ങി വന്നത്. നമുക്ക് ഫുഡ് കോർട്ടിൽ വെയിറ്റ് ചെയ്യാം. ജയേട്ടൻ അങ്ങോട്ടേക്ക് വരും. ജാൻവി ടയേർഡെന്ന് കണ്ടതും മാനസി പറഞ്ഞു. അവർ ഫുഡ് കോർട്ടിൽ ചെന്നിരുന്ന് ഒരു 10 മിനിറ്റിനകം തന്നെ ജയൻ ഓടിക്കിതച്ച് അങ്ങോട്ടേക്ക് എത്തി. നിങ്ങൾ വന്നിട്ട് ഒരുപാട് നേരായോ? ഏയ് ഇല്ല ജയേട്ടാ, ഒരു 10 മിനിറ്റ് ആയി കാണും. ആഹാ, രണ്ടാളും നല്ലതുപോലെ ഷോപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. അവർ വാങ്ങിക്കൂട്ടിയ കവറിലേക്ക് നോക്കിക്കൊണ്ട് ജയൻ പറഞ്ഞു. ഇതൊക്കെ ജാൻവിക്ക് വേണ്ടി ഞാൻ വാങ്ങിയ ഡ്രസ്സാ. ജേട്ടാ, മോൾക്കിനി കുറച്ചുകൂടി കഴിഞ്ഞാൽ വയറൊക്കെ വലുതാവില്ലേ? അപ്പൊ ഇട്ടിരിക്കുന്ന പോലത്തെ ഈ ടൈപ്പ് ഡ്രസ്സൊന്നും പറ്റത്തില്ലല്ലോ ഇവൾക്ക്. ഓരോ ദിവസവും ജാനിയെ ഓർത്തുള്ള കരുതലാണ് മാനസിക്കെന്ന് ആ സമയം ജയൻ ഓർത്തു. അതേ സമയം തന്നെയാണ് ജാൻവിയുടെ ഫോണിലേക്ക് ജഗന്റെ കോൾ വന്നത്. അമ്മേ, ജഗനാ. അതും പറഞ്ഞുകൊണ്ട് ജാനി ഫോൺ എടുത്തൽപ്പം നീങ്ങി നിന്നു. ഹലോ ജാൻവി, താൻ എവിടെയാ? എന്താ പരിപാടി? ജഗൻ, ഞാൻ ദാ അമ്മയുടെ അച്ഛന്റെ ഒപ്പം വെറുതെ പുറത്തേക്കൊന്നും ഇറങ്ങിയതാ. ആഹാ, എന്തു പറയുന്നു? എന്റെ അമ്മായിമ്മയും അമ്മായിപ്പനും അവർ രണ്ടാളും സുഖായിരിക്കുന്നു. പിന്നെ നമ്മുടെ ജൂനിയർ എന്തു പറയുന്നു? ജഗനത് ചോദിച്ചപ്പോ ജാൻവി മറുപടി പറഞ്ഞില്ല. പകരം മനോഹരിയായിട്ട് അവളൊന്ന് ചിരിച്ചു. അവൾക്കരികിൽ ഇല്ലായിരുന്നെങ്കിൽ കൂടി ജഗനത് മനക്കണ്ണിൽ കണ്ടു. കെയർഫുൾ ആയിരിക്കണം എപ്പോഴും, കേട്ടല്ലോ? ജഗൻ പറഞ്ഞു. ഞാൻ അതൊക്കെ ശ്രദ്ധിച്ചോളാം. തൽക്കാലം പോലീസിന്റെ ജോലി ചെയ്താട്ടെ. ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാം. ശരി. അതും പറഞ്ഞുകൊണ്ട് ജഗൻ കോൾ കട്ട് ചെയ്തിരുന്നു. ജാൻവി നേരെ മാനസിയുടെയും ജയന്റെ അരികിലേക്ക് വന്നു. ഇനി എവിടേക്ക് പോണം മോളെ? നമുക്കൊരു മൂവിക്ക് പോയാലോ? മാനസി ചോദിച്ചതും ജാൻവി സന്തോഷത്തോടെ തലയാട്ടി. പിന്നെ ഒരു മൂവിയൊക്കെ കണ്ട് ഡിന്നറൊക്കെ കഴിച്ച് അങ്ങനെ ഒരുപാട് ലേറ്റായിട്ടാണ് അവർ വീട്ടിലെത്തിയത്. വന്ന് കയറിയ പാടെ തന്നെ ജാൻവിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നത് കൊണ്ട് അവൾ നേരെ ബെഡിലേക്ക് കിടന്നു. ചെന്ന് കിടന്നത് മാത്രം അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. സ്വിച്ച് ഇട്ടതുപോലെ ഉറങ്ങിപ്പോയി അവൾ. അതേസമയം ജഗൻ ഒരുപാട് തവണ അവളെ വിളിച്ചിട്ടും ഫോണിൽ കിട്ടാതായതോടെ ഒടുക്കം സമയം 10:30 കഴിഞ്ഞെന്ന് മനസ്സിലായത് അവന് തോന്നി ജാൻവി ഉറങ്ങിക്കാണുന്നു. എന്തോ അന്ന് ഉറങ്ങാൻ കിടക്കുമ്പോ അവന്റെ മനസ്സിലൊരു കുഞ്ഞു പരിഭവമുണ്ട്. എന്നും ഉറങ്ങും മുമ്പ് ജാൻവിയുടെ സ്വരം കേൾക്കുന്നത് ഒരു ശീലമായി പോയിരുന്നു അവന്. ഉറക്കത്തിനിടയിൽ എപ്പോഴോ ജാൻവി ഒന്ന് ഞെട്ടിയുണർന്നു. ദേഹം ആസകലം കുളിർ കോരുന്നത് പോലെ അവൾക്ക് തോന്നി. കണ്ണുമറന്ന ഏതോ ഒരു സ്വപ്നത്തിന്റെ പാതി പോലെ കരുത്തുറ്റ 2 കരങ്ങൾ അവളെ ഒന്ന് പൊതിയുന്നതും അവളുടെ അടിവേറിനെ താലോലിക്കുന്നതും ശേഷം അവിടേക്ക് മെല്ലെ ചുണ്ടി ചേർക്കുന്നതും. സ്വപ്നമാണെങ്കിൽ കൂടി ജാൻവിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അവൾ ലൈറ്റിട്ടു. ശേഷം നെറ്റിയിലെയും മുഖത്തെയും വിയർപ്പ് കണങ്ങൾ മെല്ലെ ഒപ്പി മാറ്റി. ദേഹത്തിനൊരു തണുപ്പാണ്, പക്ഷെ നെറ്റിത്തടവും കഴുത്തിടുക്കുമൊക്കെ വിയർത്തിരിക്കുന്നു. അവൾക്ക് ആ സമയം ജഗനെ ഓർമ്മ വന്നു. ജാൻവി കയ്യെത്തിച്ച് ഫോണെടുത്ത് നോക്കി. 12:30. ഒപ്പം ജഗന്റെ കുറേയേറെ മിസ് കോൾസും. ജാൻവി സ്വയം അറിയാതെ തലക്കടിച്ചു. ജഗനെ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടാവും ഒരുപാട് നേരം. 12:30 ആയതുകൊണ്ട് തന്നെ ഇനി ജഗനെ നാളെ വിളിക്കാന്ന ചിന്തയില് അവൾ മിഴികൾ വീണ്ടും ഇറുക്കിയടിച്ചുറങ്ങാൻ കിടന്നു. അതേസമയം ഫ്ളാറ്റിൽ ജഗനും അതേ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നിരിക്കുകയാണ്. മാർദ്ദവമേറിയ ഒരു പെണ്ണുടല് തന്റെ ശരീരത്തിനോട് ചേർന്നിരിക്കുന്നതറിഞ്ഞതും അവനിൽ ഒരു വല്ലായ്മ പടർന്നു. സ്വപ്നത്തിലെ പെണ്ണിന്റെ മുഖം എത്ര ഓർത്തെടുക്കാൻ ശ്രമിച്ചിട്ടും കഴിയാതെ നിരാശ ബാധിച്ചവനെ പോലെ അവനായി ഇരിപ്പിരുന്നു. ഒപ്പം കുറച്ചേറെ നാളുകളായി കാണാതിരുന്ന സ്വപ്നമാണിപ്പോൾ. എന്തുകൊണ്ടാവും അത് വീണ്ടും തന്നെ തേടിയെത്തിയത്? ജഗൻ അസ്വസ്ഥതയോടെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ആ രാത്രി അവരിരുവർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇരുവരും എന്തൊക്കെയോ ചിന്തകളിൽ കുരുങ്ങിക്കിടക്കുകയാണ്. എങ്ങനെയൊക്കെയോ ഒരുവിധം പുലർച്ചെയായപ്പോൾ പതിയൊന്നു മയങ്ങി. പതിവിലും താമസിച്ചായിരുന്നു അന്ന് ജാൻവി ഉണർന്നത്. അതേസമയം ലേറ്റായി ഉണർന്ന് കിച്ചണിലേക്ക് വന്നിട്ടും ഉറക്കക്ഷീണം ബാധിച്ചതുപോലെ നിൽക്കുന്ന ജാൻവിയെ കണ്ടതും മാനസി സംശയത്തോടെ അവളെ ഒന്ന് നോക്കി. മോൾക്ക് എന്തു പറ്റി? ഇന്നലെ ഉറങ്ങിയില്ലേ? മൊത്തത്തിലൊരു ക്ഷീണം. രാത്രിയിൽ ഓരോരോ സ്വപ്നങ്ങളൊക്കെ കണ്ട് അങ്ങനെ കിടന്നു. ജാൻവി അലസതയോടെ പറഞ്ഞുകൊണ്ട് മാനസി അവൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന പാല് ഗ്ലാസ്സിലെടുത്തു ചുണ്ടോട് ചേർന്നു. ഒരിറക്കുള്ളിലേക്ക് ചെല്ലും മുന്നേ ജാൻവിക്ക് ഓക്കാനിക്കാൻ വന്നു. വായും പൊത്തിപ്പിടിച്ച് അവൾ വാഷ് ബേസിന്റെ അരികിലേക്ക് ഓടി. പെട്ടെന്ന് മാനസി ഓടി വന്ന് അവളുടെ പുറം ഒഴിഞ്ഞു കൊടുത്തു. എന്തു പറ്റുമോളെ? പാല് കുടിക്കുമ്പോ
വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടല്ലോ. ജാൻവി തളർച്ചയോടെ തലകുലുക്കി. അത് സാരമില്ല, ഈ ടൈമിൽ ഇതൊക്കെ നോർമലാ. കുറച്ച് കഴിയുമ്പോ അങ്ങ് മാറിക്കോളും. ഒരു 4-5 മാസം ആവുമ്പോ പിന്നെ കയ്യിൽ കിട്ടുന്ന എന്തും കഴിക്കാനുള്ള ഒരാഗ്രഹമൊക്കെ വരും. ക്ഷീണമേറിയ ജാൻവിയുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് മാനസി പറഞ്ഞു. പണ്ടൊക്കെ ജാൻവി സ്വപ്നം കണ്ട ദിവസങ്ങളാണ് അവളുടെ കൺമുമ്പിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അച്ഛന്റെയും അമ്മയുടെയും കടുത്ത അവഗണന നേരിടുന്ന സമയത്തും അവൾ ആഗ്രഹിച്ചത് അവർ തന്നെ ചേർത്ത് പിടിക്കുകയും തന്നോട് കഥ പറയുകയും തന്നോട് ചിരിക്കുന്ന, തനിക്കൊപ്പം ആഹാരം കഴിക്കുന്ന, തനിക്ക് ഭക്ഷണം വാരി നൽകുന്നതിനെ കുറിച്ചാണ്. എന്നാൽ ഇപ്പോ ബാല്യത്തിൽ അവൾ കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് പോലെയാണ് ജാൻവിക്ക് തോന്നിയത്. നാളെ ജഗൻ വരും ജാൻവിയെ തിരികെ കൂട്ടിക്കൊണ്ടു പോകാനായി. അതിന്റെ സന്തോഷവുമുണ്ട്. ഒപ്പം അമ്മയും അച്ഛനെയും വേർപിരിഞ്ഞു പോകുന്നതിന്റെ വിഷമവുമുണ്ട് അവൾക്ക്. പക്ഷെ അവൾക്ക് ഏറെ ഇഷ്ടം അവളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിൽക്കാനാണ്. പിറ്റേന്ന് ജഗൻ വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ജാൻവി നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് മാനസി വാങ്ങിക്കൊടുത്തതിൽ നിന്ന് അത്യാവശ്യം ലൂസായ ഒരു കഫ്താൻ മോഡൽ ഡ്രസ്സൊക്കെ ഇട്ട് കൂടി പോണിട്ടയിൽ കെട്ടി അവന്റെ വരവും കാത്ത് ഉമ്മർത്ത് പോയിരുന്നു. അക്ഷമയുടെ അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ഫോണിലേക്കും ഗേറ്റിനരികിലേക്കും നീളുന്നുണ്ട്. ഈ ജഗൻ എന്താ ഇത്രയും താമസിക്കുന്നത്? എറണാകുളത്തുനിന്ന് ഇവിടെ വരാൻ ഇത്രയും സമയം വേണം, അവൾ സ്വയം പറഞ്ഞു. അതേ സമയം തന്നെയാണ് ജഗന്റെ ആ ബ്ലാക്ക് കളർ ഓടി ഗേറ്റ് കടന്നു വരുന്നത് ജാൻവി കാണുന്നത്. സന്തോഷം കൊണ്ട് ജാൻവി എഴുന്നേറ്റു. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന മാനസി ജാൻവിക്ക് അരികിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് അവളെ സ്നേഹത്തോടെ ശകാരിച്ചു. നോക്ക്, ഈ സമയത്ത് ഇങ്ങനെ ചാടി എഴുന്നേക്കാനൊന്നും പാടില്ല. പതിയെ സപ്പോർട്ട് കൊടുത്തു വേണം എണീക്കാൻ. ഇതെന്താ കുട്ടിക്കളിയാണെന്നാണോ നിന്റെ വിചാരം? മാനസി ചോദിച്ചപ്പോ ജാൻവി ചുണ്ടു ചുളുക്കി സോറി എന്ന് ആംഗ്യം കാണിച്ചു. മാനസി ചിരിയോടെ അവളുടെ തലയിലൊന്ന് തഴുകി വിട്ടു. അപ്പോഴേക്കും ജഗൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ജാൻവി സന്തോഷത്തോടെ അവനെ ചെന്ന് കെട്ടിപ്പിടിച്ചു. ഐ റിയലി മിസ്ഡ് യു ജഗൻ, ജാൻവി മെല്ലെ പറഞ്ഞു. ഒരു കൈകൊണ്ട് ജാൻവിയെ ചേർത്ത് പിടിച്ച് മറുകൈയിൽ ജാനിക്ക് വേണ്ടി വാങ്ങിയ സാധനങ്ങളും എടുത്തുകൊണ്ടാണ് ജഗൻ അകത്തേക്ക് കയറിയത്. മാനസി ഉമ്മർപ്പടിയിൽ തന്നെ നിൽപ്പുണ്ട്. വരൂ ജഗൻ, അകത്തേക്ക് വരൂ, മാനസി സന്തോഷത്തോടെ പറഞ്ഞു. അപ്പോഴാണ് ജഗനും ഓർക്കുന്നത് ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് വന്ന് കയറിയപ്പോ തോന്നിയ ആ ഒരു നെഗറ്റീവ് ഫീലിംഗ് തനിക്കിപ്പോ ഇല്ലാന്ന്. അല്ലെങ്കിലും ഒരു വീടിനെ മനോഹരമാക്കുന്നത് അവിടെ താമസിക്കുന്നവരുടെ മനസ്സും സന്തോഷവുമാണ്. മറിച്ച് അവരെപ്പോഴും തമ്മിൽ കലഹിക്കുകയാണെങ്കിൽ, നമ്മൾ കുറ്റപ്പെടുത്തുകയും ചെയ്താൽ ആ വീടൊരു കാരാഗ്രഹമായി മാറും. അത്ഭുതത്തോടെ ജഗൻ ആ കാര്യം ഓർത്തെടുത്തു. ജഗൻ വരുന്നത് കൊണ്ട് തന്നെ അന്ന് ജയനും ബിസിനസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എവിടേക്കും പോയിരുന്നില്ല. അയാൾക്ക് അർജന്റായി ഉണ്ടായിരുന്ന കോൺഫറൻസുകളെല്ലാം പോസ്റ്റ്പോൺ ചെയ്തു വെച്ചു. ജഗൻ കൂടി വന്ന ശേഷം ചിരിയും കളിയും അവരെല്ലാവരുടെയും തമാശയും ആസ്വദിച്ചുകൊണ്ട് ആ വീടൊരു സ്വർഗമായി മാറി. ജാൻവിയുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞൊഴുകി. പിറ്റേന്ന് മാനസിയോടും ജയനോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അറിയാതെ ജാൻവിയുടെ കണ്ണുകൾ ഒന്നു നിറഞ്ഞു. മാനസി അരികിലേക്ക് ചേർന്ന് വന്ന് അവളെ സമാധാനിപ്പിച്ചു. നോക്ക്, മോൾക്ക് എപ്പോ വേണമെങ്കിലും ഇവിടേക്ക് വരാലോ, പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത്? ഇനി അതല്ല, ജഗനെ വിട്ടുവരാൻ മോക്ക് വിഷമമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അച്ഛനും അമ്മയും കൂടി കുറച്ചു ദിവസം അവിടെ വന്ന് നിൽക്കാം. മാനസി അത് പറഞ്ഞതും ജാൻവിക്ക് വല്ലാത്ത സന്തോഷമായി. അല്പനേരം ആലോചനയോടെ നിന്ന ശേഷം അവൾ പറഞ്ഞു, അപ്പോ അച്ഛന്റെ തിരക്കുകളോ? എന്റെ മോൾക്ക് വേണ്ടി അതൊക്കെ മാറ്റിവെക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ജയനത് പറഞ്ഞതും ജാൻവി വിശ്വാസം വരാത്ത പോലെ അയാളെ നോക്കി. ബിസിനസ്സിന് അയാൾ അത്രമേൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആ അച്ഛനാണ് പറയുന്നത് മോൾക്ക് വേണ്ടി എല്ലാം മാറ്റിവെക്കാന്ന്. ഇതിൽ പറയും ഇനി എന്താണ് അവൾക്ക് വേണ്ടത്? നിറഞ്ഞ മനസ്സോടെ തന്നെയാണ് അവൾ ജഗനൊപ്പം തിരികെ എറണാകുളത്തേക്ക് യാത്ര തിരിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു ഞാനില്ലാത്ത കുറച്ച് ദിവസങ്ങൾ? പോകും വഴി ജഗൻ അവളോട് ചോദിച്ചു. സത്യം പറയാലോ, ഞാൻ മിസ് ചെയ്തിരുന്നു. പക്ഷേ ഐ വാസ് വെരി ഹാപ്പി. എന്തോ അവളുടെ ആ മറുപടി ജഗൻ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവന്റെ ചുണ്ടിലൊരു കുഞ്ഞി പരിഭവം വന്ന് എത്തി നിന്നു. അയ്യടാ, പോലീസിനെതിരെ കുശുമ്പ് വന്നും തോന്നു. ജാൻവി അവന്റെ മീശയിൽ ചെറുതായി പിടിച്ചൊളിച്ചുകൊണ്ട് പറഞ്ഞതും ജഗൻ അവളെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. താൻ എന്നെ ഒരിക്കൽ പോലും മിസ് ചെയ്തില്ലേ? ജഗൻ വീണ്ടും ചോദിച്ചു. ഇത്തവണ അവന്റെ ആ ഇരിപ്പും ചോദ്യവും ചോദിക്കുന്ന രീതിയും ഒക്കെ കണ്ടപ്പോൾ
ജാൻവിക്ക് അറിയാതെ കണ്ണു നിറഞ്ഞു പോയി. എന്റെ പോലീസേ, നിങ്ങളെ മറന്നൊരു ജീവിതം ഉണ്ടോ എനിക്ക്? സത്യം പറയാലോ, അച്ഛന്റെ അമ്മയുടെ ഒപ്പം ഇരിക്കുന്ന നേരത്തും ഞാൻ വളരെ ഹാപ്പിയായിരുന്നു. പക്ഷെ ആരും ഇല്ലാതിരിക്കുമ്പോ നമ്മളെ ഒന്ന് മൂടുന്നൊരു ഏകാന്തതയുണ്ടല്ലോ, അതിത്തിരി പെയിൻഫുൾ ആയിരുന്നു. കുറെ ഏറെ സമയം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ശേഷമാണ് ജാൻവിയുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞത്. അവൾക്ക് വേണ്ടി അവൻ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ജാൻവി മെല്ലെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേക്കുമ്പോൾ അവരുടെ കാറ് അപ്പാർട്ട്മെന്റിന്റെ പാർക്കിങ്ങിൽ എത്തിയിരുന്നു. സന്തോഷത്തോടെ ജഗന്റെ ഒപ്പം ജാൻവി മുന്നോട്ട് നടന്നു. അവളുടെ പ്രിയപ്പെട്ട ഒരിടമാണ് ആ ഫ്ലാറ്റും അവളുടെയും ജഗന്റെയും കുറേയേറെ മധുരമുള്ള ഓർമ്മകൾ അതടങ്ങുന്ന ആ ഒരു ബാൽക്കണിയും റൂമും ഒക്കെ. ഫ്ലാറ്റിൽ വന്ന ശേഷം യാത്രാക്ഷീണം കാരണം ജാൻവി വീണ്ടും ഒന്ന് മയങ്ങി. എഴുന്നേറ്റപ്പോഴേക്കും വൈകുന്നേരം ഏകദേശം 4:30 മണിയോടടുത്തു. ബിന്ദു ചേച്ചി ഉണ്ടാക്കി കൊടുത്ത ചൂട് ചായയും കുടിച്ച് ബാൽക്കണിയിലെ തണുത്ത കാറ്റിട്ട് അങ്ങനെ നിൽക്കുവാണ് ജാൻവി. പെട്ടെന്നാണ് ഒരു കൈ വന്നു അവളെ പിന്നിൽ കൂടി വരിഞ്ഞു മുറുക്കിയത്. ജഗന്റെ ശ്വാസച്ചൂട് കഴുത്തിലേക്ക് പതിഞ്ഞതും ജാൻവി ഒന്ന് പിടഞ്ഞു. കുറെ നേരായി അവൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. കണ്ടപ്പോഴാണ് ജഗൻ അവൾക്ക് അരികിലേക്ക് വന്നത്. എന്താണ്? കാര്യമായ ആലോചനയാണല്ലോ. തനിക്ക് എന്തെങ്കിലും ടെൻഷനുണ്ടോ? ഏയ്, അങ്ങനൊന്നുമില്ല ജഗൻ. ഞാൻ ചിന്തിക്കുമായിരുന്നു. എന്ത്? ഞാൻ അമ്മയ്ക്കും അച്ഛനും ഒപ്പം നിൽക്കാൻ പോയില്ലേ ഒരു 1 വീക്ക്? അന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചില സ്വപ്നങ്ങളൊക്കെ കാണും. നമ്മുടെ വിവാഹത്തിന് മുമ്പും സെയിം സ്വപ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പറഞ്ഞാൽ കുറച്ച് സ്ട്രേഞ്ച് ആയിട്ട് ചിലപ്പോ ജഗന് ഫീൽ ചെയ്യും. ചിലപ്പോ ആരും വിശ്വസിക്കണമെന്ന് പോലും ഇല്ല. എന്റെ തോന്നലുകളാണെന്ന് കരുതി അവഗണിച്ച് കളയും. പലപ്പോഴും ഞാൻ ഇതേപ്പറ്റി ജഗനോട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കരുതി ജഗൻ കളിയാക്കിയാലോ എന്ന് വിചാരിച്ച് വേണ്ടെന്ന് വെച്ചതാ. താൻ ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കാതെ കാര്യത്തിലേക്ക് വാ. അങ്ങനെയല്ല, എപ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോ ചുറ്റിപ്പിടിക്കുന്നത് പോലെ, എന്നെ കിസ് ചെയ്യുന്നത് പോലെ, എന്താ പറയാ, അങ്ങനെയൊക്കെ ഞാൻ സ്വപ്നത്തിൽ കാണാറുണ്ട്. സത്യം പറയാലോ, നമ്മൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു സ്വപ്നം എന്റെ ഓർമ്മയിൽ പോലും പിന്നീട് ഇല്ലാതായി. പക്ഷെ ഞാനിപ്പോ വീട്ടിൽ നിൽക്കാൻ പോയി നേരത്ത് വീണ്ടും ആ സ്വപ്നം എന്നെ തേടിയെത്തി. എന്തായിരിക്കും ജഗൻ ഇതിന്റെ പിന്നിലെ റീസൺ? ജാൻവി അത് ചോദിച്ചു നിർത്തി. ജഗൻ ഒരു ഞെട്ടലോടെ അവളെ നോക്കി. പിന്നെ ഒരു ചിരിയോടെ പറഞ്ഞു, താൻ എന്റെ ഡയറി വായിച്ചോ? സത്യം പറ. വാ? ജാൻവി മനസ്സിലാകാത്തതുപോലെ ചോദിച്ചു. എടോ, ചുമ്മാ പറ്റിക്കല്ലേ ജാൻവി, സത്യം പറ. എന്റെ ഡയറിയില് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടല്ലേ താനിപ്പോ എന്നോട് ഇങ്ങനെ സംസാരിച്ചത്? ഏയ് നോ ജഗൻ. അല്ലെങ്കിൽ തന്നെ ജഗന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ഡയറിയൊക്കെ എടുത്തു വായിക്കാനും മാത്രം അത്ര ഫൂളാണ് ഞാനെന്ന് കരുതിയോ? ജഗന്റെ ആ സംസാരത്തിൽ ജാൻവിക്ക് അല്പ ദേഷ്യം വന്നു. ജഗൻ ഓടിപ്പോയി അവളുടെ ഡയറി എടുത്തുകൊണ്ട് വന്ന് അവൾക്ക് നേർക്ക് നീട്ടി. അതിലുണ്ടായിരുന്നു എല്ലാം. തുടരും.